ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊന്നല്ല, Asus ROG Gയുടെ അൺബോക്സിങ് ആൻഡ് ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കിടക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സിങ് കിടക്കാം. അൺബോക്സിങ് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കൊരു കാര്യം പറയാം. നമ്മൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മോഡൽ Asus ROG Strix G എന്ന മോഡലാണ്. ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് Core i5 9th ജനറേഷനാണ്. 9300H വേരിയൻറ്റിലാണ് പ്രൊസസ്സർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് പക്ക ഡെസ്ക്ടോപ്പ് ലെവൽ ഗെയിമിംഗ് പ്രൊസസ്സറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെങ്കിൽ 8GB 1TB 256, അതായത് റാം 8 വരുന്നുണ്ട്, DDR4 ആണ്, പ്ലസ് 4GB ഗ്രാഫിക്സ് വരുന്നുണ്ട്. 4GB ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ DDR5ൽ GTX 1650 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗെയിമിങ് അടിപൊളിയായിരിക്കും. ഗെയിമിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുന്നത് 88,990 നമ്മളിത് മേടിക്കുന്നത് 58,740, അതായത് ബിഗ് ബില്യൺ ഡേയ്സ് അങ്ങനെ കാർഡ് SBI കാർഡ് ഓഫറൊക്കെ വെച്ചിട്ട് ഒരു 6 ഓഫേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് മേടിക്കുന്നത്. 16,000 രൂപയോളം ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാപ്പ് അൺബോക്സിങ് കിടക്കാം. അപ്പോൾ ലാപ്പ് മൊത്തം നോക്കി കഴിഞ്ഞാൽ ബോക്സിൽ നല്ല അടിപൊളി ബോക്സിംഗ് ആണ്, നല്ല സെക്യൂർ ബോക്സിംഗ് ആണ്. ആ ബോക്സ് ആണല്ലോ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു പ്രത്യേക ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ബോക്സ് ആണല്ലോ തുറന്നു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റുന്നത് നമുക്ക് ഫുള്ളി റാപ്പറായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ലാപ്പാണ്. നമുക്ക് ലാപ്പ് മാറ്റിയ ലാപ്പിലേക്ക് പിന്നെ കിടക്കാം. ബാക്കി ഇതിൽ വരുന്നത് എന്താണെന്ന് നോക്കാം. ഇത് ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്ക് അതൊന്ന് മാറ്റി വെക്കാം. പിന്നെ വരുന്നത് പവർ ബ്രിക്കാണ്. പവർ ബ്രിക്ക് വരുന്നത് ഇതിൻ്റെ 150 വാട്ടിലാണ് വരുന്നത്. നല്ല അടിപൊളി ഫാസ്റ്റ് ചാർജിങ് ആണ്. ബാറ്ററി ഡ്രെയിനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഫുൾ റിവ്യൂ ഇടുമ്പോൾ പറയാം. അപ്പോൾ 150 വാട്ടാണ് ബാറ്ററി വരുന്നത്, ബാറ്ററി ബ്രിക്ക് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ബാറ്ററി ചാർജ് കയറും. പിന്നെ അതിൻ്റെ ചാർജിങ് എക്സ്ട്രാ കേബിൾ വരുന്നതൊക്കെ നോർമലി സാധാരണ നമ്മൾ ലാപ്പിൽ കാണുന്ന പോലെ തന്നെയുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വേറെ ഒന്നും ബോക്സില്ല, ബോക്സ് കാലിയായി. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലാപ്പ് അതിൽ കൂടെ മേടിക്കാവുന്നതാണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോക്സിലുള്ള കാര്യങ്ങൾ, അതായത് യൂസർ മാനുവൽ, അതായത് അതിൻ്റെ കൂടെ ഒരു ബിഗിനേഴ്സ് ഗൈഡ് ഉണ്ട്. അതായത് ലാപ്പ് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടി എന്നുള്ളത്, ചാർജിങ്ങിന് വെക്കേണ്ട കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ പവർ ബ്രിക്ക് വരുന്നുണ്ട്. പവർ ബ്രിക്കിൻ്റെ ആ കവറിങ് ഇപ്പോൾ കളയുന്നില്ല, 150 വാട്ടിൻ്റെ പവർ ബ്രിക്കാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഇതിൻ്റെ കവർ നമ്മൾ റിമൂവ് ചെയ്യാണ്, നമുക്ക് ഇത് കണക്ട് ചെയ്യണം, അതിനുവേണ്ടി റിമൂവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ കവറും കൂടി റിമൂവ് ചെയ്യുക. ലാപ്ടോപ്പിൻ്റെ കവറിങ് നല്ല നീറ്റായിട്ട് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത്. Asusൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പാക്കിങ് നല്ല നീറ്റാക്കിയിട്ടുണ്ട്. ബോക്സും എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് ഡാമേജും കാര്യങ്ങളും കുറവായിരിക്കും. ഇനി നമ്മുടെ കയ്യിലെത്തി ഡാമേജ് ആക്കാണ്ടിരുന്നാൽ മതി. ലാപ്പിൻ്റെ പോർട്ടും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹാർഡ്വെയർ കമ്പോണൻസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് ഇതിൻ്റെ കീബോർഡ് പറയുന്നത് illuminated സ്റ്റില്ലറ്റ് എന്നുള്ള RGB കീബോർഡ് വന്നിട്ടുള്ളത്. അത് നല്ലൊരു കീബോർഡ് തന്നെയാണ്. പക്ഷേ ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ കീബോർഡ് എപ്പോഴും യൂസ് ചെയ്യണമെങ്കിൽ നല്ലത്. പിന്നെ പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ബാക്കിലാണ് 3 പോർട്ട് വരുന്നത്. അതിൽ ഒരു പോർട്ട് HDMI ആണ്, പിന്നെ ഒന്ന് വരുന്നത് RJ45 ആണ്, പിന്നെ നമ്മുടെ ചാർജിങ് അഡാപ്റ്റർ കുത്താനുള്ള പോർട്ടും ഉണ്ട്. അതുകൂടെ ബാക്ക് കഴിഞ്ഞു. അതിൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിൽ തന്നെയാണ്, ഫുൾ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിലാണ് വരുന്നത്. പിന്നെ സൈഡിൽ വരുന്നത് 3 USB 3.1 പോർട്ടാണ് വന്നിട്ടുള്ളത്. ഈ HDMI എന്ന് പറയുന്നത് 2.1 വേർഷനാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3.5mm ജാക്കും ഓഡിയോ ജാക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലാപ്പിൽ പോർട്ട് യൂസ് ചെയ്തുള്ള മെയിൻ കമ്പോണൻസും കാര്യങ്ങളൊക്കെ. ബാക്കി നമുക്ക് ലാപ്പ് ഓണാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അതാ നമ്മുടെ റോഗിൻ്റെ ഫുൾ നെയിം വന്നിട്ടുണ്ട്, റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അത് പറയുന്ന പോലെ തന്നെ ഗെയിമിങ്ങിന് പറ്റിയ അടിപൊളി ലാപ്പ് തന്നെയാണ്. അതിൻ്റെ കീബോർഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എക്സ്ട്രാ ഒരു കൂളിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ആ കൂളിങ്ങും ആ ഒരു ഫാൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. നമുക്ക് ഇനി ലാപ്പ് ഓണാക്കിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സെറ്റപ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലാപ്പിൻ്റെ പെർഫോമൻസ് മെനു ആണ് ഇത് ഈ കാണുന്നത്. ഇതിൽ ലാപ്പ് ഇപ്പോൾ നോർമൽ മോഡിലാണ്. നമുക്ക് ടർബോ മോഡ് അങ്ങനെ 3 മോഡ് എടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് മോഡ് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ, അതായത് RGB ലൈറ്റിൻ്റെ കീബോർഡിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാം. 4 മോഡൽ വരുന്നുണ്ട്, അതായത് 4 ഇതിൽ. ഇതിപ്പോൾ ബ്രീത്ത് എന്ന് പറഞ്ഞ മോഡലാണ്, നമ്മളൊരു ശ്വാസം എടുത്തു വിടുന്ന രീതിയിൽ. പിന്നെ സ്റ്റാറ്റിക്കായിട്ട് എടുക്കാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്യാം. RGB ഉള്ള ഏത് കളർ നമുക്ക് കോമ്പിനേഷൻ വെച്ചിട്ടുള്ള ഏത് കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ, നമുക്ക് കംഫർട്ടായിട്ടുള്ള കളർ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ലാപ്പിൻ്റെ കീബോർഡ് യൂസ് ചെയ്യാം. ഇനി ഈ കളേഴ്സൊക്കെ ലൈറ്റ് ചാർജിങ് പ്രശ്നമുണ്ട് അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് പ്രശ്നമുണ്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിലുണ്ട്.
അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു മോഡ് വരുന്നതാണ് ബ്രീത്ത് പോലെ തന്നെ ഒരു മോഡ് വരുന്നതാണ്. അതായത് പെട്ടെന്ന് കളർ ചേഞ്ച് ചെയ്യുന്നത്. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ 2 കളറാണ്. ഇത് കുറേ കളറിൻ്റെ കോംബോ ആയിരിക്കും. പിന്നെ വരുന്നത് ഔറ സിങ്ക് ആണ്. അത് തന്നെ നമ്മുടെ RGBയുടെ ഒരു സിങ്കിങ് പ്രോട്ടോക്കോളാണ്. അത് ഈ ROG യൂസ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ പിന്നെ ഉള്ളത് ലാപ്പിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റി, അതായത് ഓഫ്, മീഡിയം, പിന്നെ അതേപോലെ തന്നെ ഒരു ആവറേജ്, പിന്നെ ഫുൾ ഹൈ പവർ. അത് നമുക്ക് എങ്ങനെയാണ് കംഫർട്ടായി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ലാപ്പിൻ്റെ മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വരുന്നത് 2 GHz മുകളിൽ പെർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെ സ്ക്രീൻ വരുന്നത് 1080p 60 Hz വരുന്നത്. പിന്നെ നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഗെയിമിംഗ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ വരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.